അപ്പോൾ ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഹയർ എഡ്യൂക്കേഷനിൽ എന്ത് തുടരാം? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല, ഇംഗ്ലീഷ് പഠനം തുടരാം. ഇംഗ്ലീഷ് ഉപേക്ഷിക്കൂ എന്നൊരു നിർദ്ദേശം ആര് മുന്നോട്ട് വെച്ചിട്ടില്ല? രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടില്ല. ഒറിജിനൽ റെക്കമെൻഡേഷൻ എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാറണം. എന്തിൽ നിന്ന് മാറണം? ഇംഗ്ലീഷിൽ നിന്ന് മാറണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തിലോട്ട് മാറണം? പ്രാദേശിക ഭാഷകളിലോട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ലാംഗ്വേജിലോട്ടോ മാറണം. ഉടനടി വേണോ? വേണ്ട, ക്രമാനുഗതമായിട്ട് മതി, ഗ്രാജുവലായിട്ട് മതി. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കമ്മീഷൻസ് ആൻഡ് ആക്ട്സ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ സിലബസ് ആരംഭിക്കുന്നത് തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലാണ്. എന്തിലാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലാണ്. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ വേരിയസ് റെക്കമെൻഡേഷൻസ് ആർ ദെയർ. ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മീഷനാണെന്ത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49. സോ ഇത് ഹെഡ് ചെയ്തത് നമുക്കറിയാം രാധാകൃഷ്ണനാണ്, എസ് രാധാകൃഷ്ണനാണ്. പിന്നീട് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയൊക്കെ ആയിട്ട് മാറിയ എസ് രാധാകൃഷ്ണനാണെന്ത് ഈ കമ്മീഷനെ ഹെഡ് ചെയ്തത്. ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷനിൽ, ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ നിന്നുള്ളൊരു മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. ഒരു 10 സെക്കൻഡ്സ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇപ്പം റെക്കോർഡഡ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. Which of the following were the recommendations of the Radhakrishnan Commission regarding the medium of instruction എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. നമുക്കറിയാം, ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 48 ഈ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. 49 കമ്മീഷൻ അതിൻ്റെ റെക്കമെൻഡേഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കമ്മീഷൻ നൽകിയതെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചേ. നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിൽ എത്താൻ സാധിക്കും. സോ നിങ്ങൾ സോൾവ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത ശേഷം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ റീജിയണൽ ലാംഗ്വേജ്. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം? പ്രാദേശിക ഭാഷകളിലായിരിക്കണം, റീജിയണൽ ലാംഗ്വേജസിലായിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കത് ശരിയാണോ നോക്കാം. ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസ്. ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള പദാവലികൾ, ടെർമിനോളജീസുമായിട്ട് ബന്ധപ്പെട്ട് ഫെഡറൽ ലാംഗ്വേജസിലേക്ക് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസിലേക്ക് അതിനെന്ത് വേണം? അതിനെ സ്വാംശീകരിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് എന്നുള്ള ഭാഷയിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും ശാസ്ത്രീയ പദങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക പദങ്ങൾ ഇന്ത്യൻ ഭാഷകളിലേക്ക് എന്ത് ചെയ്യണം? ഇന്ത്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഭാഷകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിലേക്ക് ഉച്ചാരണവും അതുപോലെ തന്നെ എഴുത്തും സ്വാംശീകരിക്കണം. ഇന്ത്യൻ രീതികളിലേക്ക് സ്വാംശീകരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് കിടക്കുന്നത്. ഇത് ശരിയാട്ടോ. ഇത് റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തതാണ്, ദ ഫെഡറൽ ലാംഗ്വേജ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. ഫെഡറൽ ലാംഗ്വേജിനെ പറ്റി ഉള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഫെഡറൽ ലാംഗ്വേജിനെ പറ്റിയുള്ള റെക്കമെൻഡേഷനിൽ അത് യൂണിവേഴ്സിറ്റീസിന് ഉപയോഗിക്കാം. അങ്ങനെ യൂണിവേഴ്സിറ്റീസ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഫെഡറൽ ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റ് എന്തായിരിക്കണം? ദേവനാഗരി സ്ക്രിപ്റ്റിലായിരിക്കണം. ഇനി അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇൻ്റർനാഷണൽ ആൻഡ് സയൻറ്റിഫിക് ടെർമിനോളജിക്കൽ വേർഡ് ഷുഡ് ബി അവോയ്ഡഡ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിൾ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി 5th സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ഇംഗ്ലീഷ് ഷുഡ് ബി ബാനിഷ്ഡ്. ഇംഗ്ലീഷ് പൂർണ്ണമായിട്ടും ബാനിഷ് ചെയ്യണം, നിരോധിക്കണം ഫ്രം ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ് ഇൻ ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി. ഉടനടി ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ പൂർണ്ണമായി എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിരോധിക്കണം. ഇങ്ങനെ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. സോ സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞാൻ ആദ്യമേ പറയട്ടെ, when it comes to this Radhakrishnan Commission, it never recommended or never asked to give up on English. ഇംഗ്ലീഷ് ഉപേക്ഷിക്കൂ എന്നൊരു നിർദ്ദേശം ആര് മുന്നോട്ട് വെച്ചിട്ടില്ല? രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടില്ല. സോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ the first point when it comes to medium of instruction and its connection with ഇംഗ്ലീഷുമായിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയായിട്ട് അതിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ ബാധിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട എന്താണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ നെവർ റെക്കമെൻഡഡ് ടു
ഗിവ് അപ്പ് ഓൺ ഇംഗ്ലീഷ്. ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടാന്ന് നോക്കുക, ഉപേക്ഷിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ഉപേക്ഷിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാ മാധ്യമം. എന്തിന്? ഈ കോഴ്സുകളുണ്ടല്ലോ, ആർട്സും സയൻസും ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷനും ആ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് നൽകുന്ന അല്ലെങ്കിൽ ലെക്ചർ നൽകുന്ന ആ ഭാഷയുണ്ടല്ലോ, മാധ്യമം ഉണ്ടല്ലോ, അത് ക്രമേണ ഗ്രാജുവലി അത് ഇന്ത്യൻ ഭാഷകൾ കൊണ്ട് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം. എന്ത് വെച്ച്? റീജിയണൽ ഭാഷകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം എന്ന് കരുതി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഒരു മൾട്ടി ലിംഗ്വൽ പ്രപ്പോസലാണ് എന്ത് മുന്നോട്ട് വെച്ചത്? രാധാകൃഷ്ണൻ കമ്മീഷൻ ഹയർ എഡ്യൂക്കേഷനിലും ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആകെ മൊത്തമായിട്ടും 3 ഭാഷകളിൽ ഒരു വിദ്യാർത്ഥിക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒന്ന്, അവൻ്റെ പ്രാദേശിക ഭാഷയിൽ അവന് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. രാജ്യത്തിൻ്റെ ഫെഡറൽ ഭാഷയിൽ, ഫെഡറൽ ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയിൽ അവന് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഇനി ഇന്റർനാഷണൽ കണക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ഇംഗ്ലീഷിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഹയർ എഡ്യൂക്കേഷനിൽ എന്ത് തുടരാം? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല, ഇംഗ്ലീഷ് പഠനം തുടരാം. അതായത് ഭാഷ പഠിപ്പിക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാം. പക്ഷേ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് നിലവിൽ ഇംഗ്ലീഷാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് ക്രമാനുഗതമായിട്ട് എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം. ക്രമാനുഗതമായിട്ട് അല്ലേ എന്ന് വെച്ചാൽ ഗ്രാജുവലി ഫേസ്ഡ് മാനറിൽ, ടൈംലി മാനറിൽ എന്ത് ചെയ്യണം? ഇതിനെ റീപ്ലേസ് ചെയ്യണം. അതിന് അദ്ദേഹം കുറച്ച് കാരണങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട റീസൺസ് ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് മൊത്തത്തിൽ എന്തൊക്കെയായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ ഓൺ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹം ഇത് പരാമർശിച്ചിരിക്കുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊത്തം 18 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിലെ 9ാമത്തെ ചാപ്റ്ററിലാണ്, 9th ചാപ്റ്ററിലാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? രാധാകൃഷ്ണൻ കമ്മീഷൻ ഈ പറയുന്നത് പോലെ ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കൃത്യമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രിന്റഡ് നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ റെഫർ ചെയ്യുന്നുള്ള ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കൂ. ദിസ് ഈസ് ടേക്കൺ ഡയറക്ട്ലി ഫ്രം ദ റിപ്പോർട്ട് ഇറ്റ് സെൽഫ്. റിപ്പോർട്ടിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനപ്പുറം നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 റെക്കമെൻഡേഷൻസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. 1, 2, 3, 4, 5 റെക്കമെൻഡേഷൻ. അതിൻ്റെ ഒരു ആകെത്തുകയാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് പൂർണ്ണമായിട്ടും നിരാകരിക്കണം എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഹയർ എഡ്യൂക്കേഷനിൽ. ഓക്കെ, അദ്ദേഹം എന്താ പറഞ്ഞേ? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേഴ്സസ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് സ്റ്റഡി. ഒന്ന് ശ്രദ്ധിച്ചേ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേഴ്സസ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പഠിപ്പിക്കാനുള്ള മാധ്യമവും ഇംഗ്ലീഷ് ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് സിലബസിൽ ഉൾപ്പെടുത്തുന്നതും, പഠിപ്പിക്കാനുള്ള മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഉടനടി വേണ്ട, ക്രമേണ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിനെ മാറ്റിയിട്ട് പ്രാദേശിക ഭാഷകളോ അല്ലെങ്കിൽ ഫെഡറൽ ലാംഗ്വേജോ കൊണ്ടുവരണം. ഇതാണ് 1ാമത്തെ റെക്കമെൻഡേഷൻ. ഇനി 2ാമത്തെ റെക്കമെൻഡേഷൻ എന്താണ്? മൾട്ടി ലിംഗ്വൽ അല്ലെ ബൈലിംഗ്വലിസം അല്ലെ ട്രൈ ലിംഗ്വലിസത്തിന് അദ്ദേഹം ഫേവറബിൾ ആയിരുന്നു. അദ്ദേഹത്തിന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഹിസ് റെക്കമെൻഡേഷൻസ് വെയർ ആക്ച്വലി ഇൻ ഫേവറബിൾ ഓഫ് വാട്ട്? പ്രൊമോട്ടിംഗ് മൾട്ടിലിംഗ്വലിസം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് കംസ് ടു ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെങ്കിലും അതിനുശേഷമുള്ള ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ മറ്റ് സബ്ജക്റ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ മാധ്യമം എന്തായിരിക്കണം? മാധ്യമം ലോക്കൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ഫെഡറൽ ലാംഗ്വേജോ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് എന്ത് തുടരാം? ഭാഷാ പഠനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇന്ത്യക്കാരെ ഇംഗ്ലീഷിൽ കോൺവേഴ്സൻ്റ് ആക്കുന്നതിൽ ആർക്ക് എതിർപ്പില്ല? രാധാകൃഷ്ണൻ കമ്മീഷനിൽ എതിർപ്പില്ല. ഓക്കെ, സോ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ജോർജ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് ഇറ്റ് റെക്കമെൻഡേഷൻ, വെയർ ഇറ്റ്സ് റെക്കമെൻഡേഷൻ എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചേ. 1, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മെയിൻ റെക്കമെൻഡേഷൻസ് ആണ്. 1ാമത്തെ റെക്കമെൻഡേഷൻ ഈസ് ദാറ്റ് റീപ്ലേസ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് മീഡിയം. ഞാൻ അടിവരയിട്ട് പറയുന്നു, റീപ്ലേസ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് മീഡിയം, നോട്ട് ആസ് എ എന്താ പറയണ്ടേ ലാംഗ്വേജ് എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് തുടരാം കേട്ടോ. മീഡിയം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ദ കമ്മീഷൻ റെക്കമെൻഡഡ് ഗ്രാജുവൽ റീപ്ലേസ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇമ്മീഡിയറ്റ് പോലും അല്ല, ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യണം? ഗ്രാജുവലായിട്ട് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം. ഇംഗ്ലീഷിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ തുടർന്ന് കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അത്രേ. എന്താണ്? ഒരു സ്പ്ലിറ്റ് കോൺഷ്യസ്നെസ് ഉണ്ടാവുമെന്ന്. കാരണം എന്താണ്? ഇതൊരു എഡ്യൂക്കേഷനലി അൺസൗണ്ട് പ്രാക്ടീസ് ആണ്. നമ്മുടെ മദർ ടങ് വിട്ടിട്ട് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് തരുമ്പം ആളുകൾ ആദ്യമേ എന്താ ചെയ്യുന്നത്?
ആളുകൾ സ്വന്തം ഭാഷയിൽ ചിന്തിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം ഭാഷ മദർ ടങ്ങിലേ നമുക്ക് ചിന്തിക്കാൻ നാച്ചുറലി, ഇത് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ അഭിപ്രായമാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നാച്ചുറലായി ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്ത് ചിന്തിക്കും. അപ്പോൾ ഇത് എന്താ ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതൊരു അൺസൗണ്ട് ടെക്നിക്കാണ്. അത് റോട്ട് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമം, ക്ലാസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പം മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. മലയാളത്തിൽ പറഞ്ഞു കൊടുത്തുള്ള നേട്ടം എന്താണ്? അവർക്ക് സ്വന്തം ഭാഷയിൽ ചിന്തിക്കാൻ പറ്റും. ഇംഗ്ലീഷിലാവുമ്പോൾ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ്ലി മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയി കഴിഞ്ഞാലോ അത് ഈ പറയുന്നത് പോലെ ഒരു സ്പ്ലിറ്റ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഇവരെ എന്താ പറയേണ്ട, കുറച്ചും കൂടെ ഒരു ക്ലറിക്കൽ ലെവലിൽ ഇവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഒരു പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഇവർക്ക് കുറയും എന്നൊക്കെ ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരിഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺസ് എന്ന് പറയുന്നത് അതായിരുന്നു. ഓക്കെ, സോ ഇംഗ്ലീഷ് ടു ബി റീപ്ലേസ്ഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ വിത്ത് ആൻ ഇന്ത്യൻ ലാംഗ്വേജ് ആസ് ഏർലി ആസ് പോസിബിൾ. ഓക്കെ, ഗ്രാജുവലായിട്ട് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് റെക്കമെൻഡേഷൻ. ഇതിൻ്റെ അകത്ത് ഒരു സംശയം വേണ്ട, ദാറ്റ് ഈസ് വെരി ക്ലിയർ. റീപ്ലേസ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വിത്ത് റീജിയണൽ ലാംഗ്വേജ്. ഓക്കെ, സോ എന്താണ് ആർഗ്യുമെൻറ്റ്? ഇംഗ്ലീഷ് മീഡിയം ലേണിംഗ് ക്രിയേറ്റ്സ് എ സ്പ്ലിറ്റ് കോൺഷ്യസ്നെസ് ഇൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ നേഷൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു റീജിയണൽ ലാംഗ്വേജ് പ്രൈമറി മീഡിയമായിട്ട് വരേണ്ടി വരും. അപ്പം അതുപയോഗിച്ചിട്ട് വേണം സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകുന്ന ആളുകൾക്ക് എല്ലാവിധമായിട്ടുള്ള അക്കാഡമിക് ഇൻസ്ട്രക്ഷൻസും പോകേണ്ടത് എന്തിലാണ്? റീജിയണൽ ലാംഗ്വേജിൽ വേണം പോകാൻ. പിന്നെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഫെഡറൽ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റീസിന് എന്ത് റെക്കഗ്നൈസ് ചെയ്യാം? ഫെഡറൽ ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി. ചില കോഴ്സുകൾക്കോ പൂർണ്ണമായിട്ടോ യൂണിവേഴ്സിറ്റികൾക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഹിന്ദുസ്ഥാനിയും തീരുമാനിക്കാം, ഹിന്ദിയും തീരുമാനിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫോർ എക്സാമ്പിൾ, ഓക്കെ, അവർക്ക് വേണമെങ്കിൽ കന്നഡയിലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ പോവാം. കർണാടകയിലാണെങ്കിൽ കന്നഡയിൽ പോവാം. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പൂർണ്ണമായിട്ടും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് എന്തിലും ആക്കാം? ഫെഡറൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയിലും ആക്കാം. സോ എല്ലാം ഹിന്ദിയിലായിരിക്കും. സെക്കൻഡറി മീഡിയമായിട്ട് റീജിയണൽ ലാംഗ്വേജ്, അതായത് പ്രൈമറി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് എന്തിനേയും പരിഗണിക്കാം. പല സ്ഥലങ്ങളിലും റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഹിന്ദിയിലായിരിക്കും പോകുന്നത്. ഇനി ഹിന്ദി പ്രൈമറി ലാംഗ്വേജ് അല്ലാത്തടുത്ത് നാഷണൽ കോൺഷ്യസ്നെസ് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് കന്നഡ ഉള്ളിടത്തും റീജിയണൽ ലാംഗ്വേജ് മലയാളം ഉള്ളിടത്തും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹിന്ദിയിൽ വേണമെങ്കിലും സം അല്ലെങ്കിൽ ഓൾ സബ്ജക്ട്സ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് നൽകാം. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൂടി എന്തിൽ വെക്കുന്നുണ്ട്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിലെ ഒറിജിനൽ ഇതാണ്. ദിസ് ഈസ് ദ ഒറിജിനൽ റെക്കമെൻഡേഷൻ. ഓക്കെ, ഒറിജിനൽ റെക്കമെൻഡേഷൻ എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാറണം. എന്തിൽ നിന്ന് മാറണം? ഇംഗ്ലീഷിൽ നിന്ന് മാറണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തിലോട്ട് മാറണം? പ്രാദേശിക ഭാഷകളിലോട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ലാംഗ്വേജിലോട്ടോ മാറണം. ഉടനടി വേണോ? വേണ്ട, ക്രമാനുഗതമായിട്ട് മതി, ഗ്രാജുവലായിട്ട് മതി. ഇനി അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് ഒരു 3 ലാംഗ്വേജ് ഫോർമുല അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ്? ഒരു 3 ലാംഗ്വേജ് ഫോർമുല മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് 3 ലാംഗ്വേജ് ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ള കാര്യം? 3 ലാംഗ്വേജ് ഫോർമുല എന്താണ്? പ്രാദേശിക ഭാഷ, ഫെഡറൽ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ്. അതാണ് 3 ലാംഗ്വേജ് ഫോർമുല. അപ്പോൾ റീജിയണൽ ഭാഷ പ്രധാനമായിട്ടും എന്തിനാണ്? എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനും കൾച്ചറലായിട്ടുള്ള ആ വേരുകൾ ഉറപ്പിക്കുന്നതിനും പ്രാദേശിക ഭാഷ. ഫെഡറൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി, ദേശീയ ഐക്യം, നമ്മുടെ ഒരു ഇൻ്റഗ്രിറ്റി നാഷണൽ കോൺഷ്യസ്നെസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഫെഡറൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി. ഇനി ഇംഗ്ലീഷ് എന്തിനു വേണ്ടിയാണ്? ഫോർ ഇൻ്റർനാഷണൽ നോളജ് ആൻഡ് ഗ്ലോബൽ കോൺടാക്ട്. ഈ പറയുന്നത് പോലെ ഇംഗ്ലീഷ്. ഓക്കെ, സോ നാഷണൽ സോളിഡാരിറ്റി, ഇൻ്റർ റീജിയണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ കണക്ഷൻ. സോ നിങ്ങൾ ഈ 3 ലാംഗ്വേജ് ഫോർമുലയും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും കൂടെ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. 3 ലാംഗ്വേജ് ഫോർമുല ഈസ് നോട്ട് അബൌട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. 3 ലാംഗ്വേജ് ഫോർമുല ഹാസ് അനദർ പർപ്പസ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ. 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത് 8 അനദർ റെക്കമെൻഡേഷൻ. ഓക്കെ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും 3 ലാംഗ്വേജ് ഫോർമുലയും തമ്മിൽ എന്ത് വരരുത്? ഈ പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവരുത്. 2 രണ്ടാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ്? റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫെഡറൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി 3 ലാംഗ്വേജ് ഫോർമുല എന്താണ്? അത് വേറെ ലാർജർ പർപ്പസ് ആണ്. ലാർജർ പർപ്പസ് എന്താണ്? എഡ്യൂക്കേഷന് വേണ്ടി പ്രാദേശിക ഭാഷ. ഞാൻ ഓൺലൈൻ ജോർജ് അതാ ഞാൻ പറഞ്ഞത്, ക്ലാരിറ്റി തരുവാണ്. അപ്പോൾ രണ്ട് റെക്കമെൻഡേഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ദാറ്റ്സ് ഇറ്റ്. 3 ലാംഗ്വേജ് എന്നുള്ളതല്ല, മൾട്ടി ലാംഗ്വേജ് എന്നുള്ളതാണ്. മൾട്ടി ലാംഗ്വേജ് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു,
നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ളത് ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ യാർഡ് സ്റ്റിക്കാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ റെക്കമെൻഡേഷൻസും എല്ലാ കമ്മീഷൻസും റെഫർ ചെയ്യുന്ന ഒരു റെക്കമെൻഡേഷൻ കൂടിയാണെന്ത് നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ. ആ നിലയ്ക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻസിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ വന്ന കാര്യങ്ങളെ ഫർദർ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള മുതലിയാർ കമ്മീഷനാണെങ്കിലും കോത്താരി കമ്മീഷനാണെങ്കിലും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ആണെങ്കിലും ഒക്കെ തന്നെ. ഓക്കെ, സോ ആ നിലയ്ക്ക് ഇതെന്താണ്, ഇതൊരു ഫിലോസഫിക്കൽ ലേ ഔട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം, രാധാകൃഷ്ണൻ കമ്മീഷനെ വിളിക്കാം. ഓക്കെ, രാധാകൃഷ്ണൻ കമ്മീഷനിൽ 3 ലാംഗ്വേജ് ഫോർമുല എന്നുള്ളതല്ല എക്സാക്ട് ടെർമിനോളജി, മൾട്ടി ലിംഗ്വലിസം എന്നുള്ളതാണ്. മൾട്ടി ലിംഗ്വൽ ആയിരിക്കണം. ദ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എ ഹയർ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ മസ്റ്റ് ബി കോൺവേഴ്സൻറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ 3 ലാംഗ്വേജസ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ അതിനെ എന്തെന്ന് തന്നെ വിളിക്കാം, 3 ലാംഗ്വേജ് ഫോർമുല എന്ന് വിളിക്കാം. കാരണം ഇത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നാഷണൽ സോളിഡാരിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇൻ്റർ റീജിയണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ കണക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഓൺലൈൻ നോട്ട്സോ കാര്യങ്ങളോ റിലേ ചെയ്യേണ്ട. ഇത് വളരെ ഡെപ്തിൽ നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റിൽ നിന്നാണ് ഈ ഡേറ്റ ഞാൻ എടുത്തിട്ടുള്ളത്. യു ക്യാൻ റിലേ ഓൺ ദിസ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജിയെ പറ്റിയുള്ള പോർഷൻ. സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജിയെ പറ്റിയുള്ള പോർഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഹയർ എഡ്യൂക്കേഷനിൽ ആർട്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ആൻഡ് വൊക്കേഷണൽ ആൻഡ് ടെക്നോളജിക്കലുണ്ട്. വൊക്കേഷണൽ ആൻഡ് ടെക്നോളജിക്കൽ തന്നെ പിന്നെ 6 തിരിച്ചിട്ടുണ്ട്. ആ 6 തിരിച്ചിട്ടുള്ളതിൽ എന്തൊക്കെ വരും? 6 തിരിച്ചിട്ടുള്ളതിൽ ഈ പറയുന്നത് പോലെ എൻജിനീയറിംഗ് വരുന്നുണ്ട്, കൊമേഴ്സ് ഉൾപ്പെടെയുള്ള ആസ്പെക്ട്സ് വരുന്നുണ്ട്. സോ ഇതിലെല്ലാം സാങ്കേതിക പദങ്ങളുണ്ട്. ഈ സാങ്കേതിക പദങ്ങൾ അധികവും എന്തിലാണ്? ആംഗലേയ ഭാഷയിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ്. സോ നമ്മളിവിടെ ഹയർ എഡ്യൂക്കേഷൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രാദേശിക ഭാഷകളായിട്ടുള്ള, ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളായിട്ടുള്ള മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ തെലുങ്കിലോ ഒക്കെ മാറ്റണമെന്ന് പറയുമ്പം സയൻറ്റിഫിക് എഡ്യൂക്കേഷനിലും ടെക്നിക്കൽ എഡ്യൂക്കേഷനിലും ഈ സിലബസ് ഈ പറയുന്നത് പോലെ റിസോഴ്സ് പീപ്പിളിന് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ലെക്ചറേഴ്സിന് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഈ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പദാവലികൾ, ഇംഗ്ലീഷിലുള്ള പദാവലികൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിലാണ്. അവിടെയും രാധാകൃഷ്ണൻ കമ്മീഷൻ സർട്ടൺ റെക്കമെൻഡേഷൻസ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന റെക്കമെൻഡേഷനാണ് അസിമിലേഷൻ. എന്താണ്? അസിമിലേറ്റ് ചെയ്യുക. എന്താണ് അസിമിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വാംശീകരിക്കുക. പദാനുപദ തർജ്ജമയ്ക്ക് പോകണ്ട, മറിച്ച് എന്ത് ചെയ്താൽ മതി? സ്വാംശീകരിച്ചാൽ മതി. ഇംഗ്ലീഷ് ഭാഷയിലുള്ളതിനെ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി അതിനെ പദാനുപദ തർജ്ജമയിൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട, തമിഴിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട, മറിച്ച് എന്താണ്? ഐഡിയ ചോർന്ന് പോകാത്ത രീതിയിൽ എന്ത് ചെയ്താൽ മതി? സ്വാംശീകരിച്ചാൽ മതി. എന്ത് ചെയ്യണം? സ്വാംശീകരണം നടക്കണം. ഓക്കെ, സ്വാംശീകരണം നടക്കണം. അപ്പം സ്വാംശീകരണം നടക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു ടേം ഉണ്ട്, ടെർമിനോളജി ഉണ്ട്, സയൻറ്റിഫിക് ആണ് അല്ലെങ്കിൽ ടെക്നിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഉച്ചാരണമാണെങ്കിലും അതിൻ്റെ സ്പെല്ലിംഗ് ആണെങ്കിലും ഇന്ത്യൻ രീതികളിലേക്ക് എന്ത് ചെയ്യണം? ഇന്ത്യൻ ഫോണറ്റിക്സിലേക്കും ഇന്ത്യൻ സ്പെല്ലിങ്സിലേക്കും, അതായത് ഇന്ത്യൻ ഭാഷകളുടെ ഫോണറ്റിക്സ് ആൻഡ് സ്പെല്ലിങ്സ് മുൻനിർത്തി അതിനെ എന്ത് ചെയ്യണം? സ്വാംശീകരിക്കണം. ഇതാണ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജി ആയിട്ട് ബന്ധപ്പെട്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 റെക്കമെൻഡേഷൻസ് കണ്ടു. 3 സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ആദ്യമേ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മേക്ക് ഇറ്റ് വെരി ക്ലിയർ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ അദ്ദേഹം വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻ ഈസ് ദാറ്റ് ഇംഗ്ലീഷ് ഷാൾ ബി റീപ്ലേസ്ഡ് എന്നാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തല്ല? ഭാഷാ പഠനമല്ല മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ലെക്ചറേഴ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് എങ്ങനെ നൽകണം ഹയർ എഡ്യൂക്കേഷനിൽ, ഏത് ഭാഷയിൽ ഏത് മാധ്യമത്തിൽ നൽകണം, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിലവിലുള്ള ഇംഗ്ലീഷ് ഭാഷ എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായിട്ട് പ്രാദേശിക ഭാഷകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. വേണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് എന്ത് ചെയ്യാം? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫെഡറൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയിൽ വേണമെങ്കിലും ആക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ആണെന്ത്? 3 ലാംഗ്വേജ് ഫോർമുല എന്നുള്ളത് നിങ്ങൾ ഓക്കെ കോത്താരി കമ്മീഷനിലാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് 3 ലാംഗ്വേജ് ഫോർമുല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കോത്താരി കമ്മീഷനെ പോലും എന്താ പറയണ്ടേ, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇതാണ് ദ ഫസ്റ്റ് എവർ കമ്മീഷൻ. ഇന്ത്യയിലെ എഡ്യൂക്കേഷനുമായിട്ട് നിങ്ങൾ അതൊന്നും ചിന്തിക്കുക. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സോ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഒന്നും അക്കാലത്ത് ആസ് എച്ച് എല്ലാം തന്നെ അക്സെപ്റ്റഡ് ആയിട്ടില്ല. ആകെ UGC റെക്കമെൻഡേഷൻ മാത്രമേ ഒരു മേജർ റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ളതെല്ലാം ഈ പറയുന്നത് പോലെ താത്വികമായിട്ട് ഫിലോസഫിക്കലായിട്ട് ബാക്കി രാജ്യത്ത് ഇന്നും 2020 നടന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസീനെ പോലും എന്ത് സ്വാധീനിച്ചിട്ടുണ്ട്? രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം
ലാംഗ്വേജ് സംബന്ധിയായിട്ട് 3 റെക്കമെൻഡേഷൻസ് നമ്മൾ കണ്ടു. ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ അകത്ത് ആർക്കും സംശയം വേണ്ട. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിനെ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? പ്രാദേശിക ഭാഷകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. വേണമെങ്കിൽ യൂണിവേഴ്സിറ്റീസിന് എന്താകാം? ഫെഡറൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ഇനി ഹിന്ദി ഫെഡറൽ ലാംഗ്വേജ് ആണോ എന്ന് ചോദിക്കരുത്, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇനി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്താണ്? മൾട്ടി ലിംഗ്വൽ കോൺവേഴ്സൻ്റ് ആയിട്ട് ആര് മാറണം? ഇന്ത്യയിൽ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ മാറണം. മൾട്ടി ലിംഗ്വൽ കോൺവേഴ്സൻ്റ് എന്ന് പറയുമ്പം ഒരു വ്യക്തി എന്തായിരിക്കണം? അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഈ പറയുന്നത് പോലെ പ്രാദേശിക ഭാഷയിൽ സെക്കൻഡറി ആൻഡ് ഈ പറയുന്നത് പോലെ ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്നത് വഴി അദ്ദേഹത്തിന് പ്രാദേശിക ഭാഷയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കില്ല് കിട്ടും. സാങ്കേതിക വിജ്ഞാനങ്ങൾ പോലും അദ്ദേഹത്തിന് പ്രാദേശിക ഭാഷയിൽ അസിമുലേറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും. അതുകൊണ്ട് പ്രാദേശിക ഭാഷ വേണം. പിന്നെ ഫെഡറൽ ലാംഗ്വേജ് നാഷണൽ കോൺഷ്യസ്നെസ്സും നാഷണൽ യൂണിറ്റിയും മുൻനിർത്തി എന്ത് വേണം? ഫെഡറൽ ലാംഗ്വേജ് അദ്ദേഹം പഠിക്കണം. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദ കമ്മീഷൻ നെവർ ആസ് ടു ഗിവ് അപ്പ് ഓൺ വാട്ട്? ഇംഗ്ലീഷ് പാടെ ഉപേക്ഷിക്കണമെന്ന് കമ്മീഷൻ പറയുന്നില്ല. മറിച്ച് എന്താണ്? ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് തുടരണമെന്ന് തന്നെയാണ് എന്ത് കമ്മീഷൻ്റെ ആഗ്രഹം. അത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടല്ല, ഭാഷയായിട്ട്. ഇതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, പ്രാദേശിക ഭാഷയ്ക്ക് ഇത്രയധികം ഊന്നൽ നൽകുന്നുണ്ടല്ലോ. ഇത്രയധികം ഊന്നൽ നൽകുമ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രാദേശിക ഭാഷയിൽ സ്വാംശീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉതകുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് റിസോഴ്സായിട്ടും സോഴ്സായിട്ടും ലെക്ചറേഴ്സായിട്ടും എങ്ങനെ നൽകണം? ടെക്നിക്കൽ സാങ്കേതിക ഭാഷകളും അതുപോലെ സാങ്കേതിക പദാവലികളും അതുപോലെ തന്നെ ശാസ്ത്രീയ പദാവലികളും പദാനുപത തർജ്ജമ ചെയ്യാതെ സ്വാംശീകരിച്ച് വേണം ഈ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പം എന്ത് വേണം? സ്വാംശീകരിക്കണം, അസിമുലേറ്റ് ചെയ്യണം, ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് അസിമുലേറ്റ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫോണറ്റിക് സിസ്റ്റത്തെയോ ഈ പറയുന്നത് പോലെ അതിൻ്റെ ഒരു സ്പെല്ലിംഗ് ലിപികൾ ഉപയോഗിച്ച് നമ്മളതിനെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രൈസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ, ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ കല്ലുകടി ഉണ്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യണം? സ്വാംശീകരിക്കണം. ഇതാണ് അടുത്ത റെക്കമെൻഡേഷൻ. ഇനി പിന്നൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നത് ഫെഡറൽ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ ലാംഗ്വേജിൽ ഏത് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാൽ മതി? ദേവനാഗരി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഏത് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാൽ മതി? ദേവനാഗരി സ്ക്രിപ്റ്റാണ് ഫെഡറൽ ലാംഗ്വേജിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് അച്ചടിച്ച് വരുന്ന സമയത്ത് ഏത് സ്ക്രിപ്റ്റ് ഉപയോഗിക്കണം? ദേവനാഗരി സ്ക്രിപ്റ്റ് ഉപയോഗിക്കണം. ഇതാണ് നാലാമത്തെ റെക്കമെൻഡേഷൻ. ആൻഡ് അഞ്ചാമത്തെ റെക്കമെൻഡേഷൻ എന്താണ്? കമ്മീഷൻ്റെ നിലപാട്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ്റെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് കമ്മീഷൻ എടുത്തത്. ഇംഗ്ലീഷിലുള്ള ആശ്രയത്വം കുറയ്ക്കണം, ഒരു മീഡിയം എന്നുള്ള നിലയ്ക്ക് ആശ്രയത്വം കുറയ്ക്കണം. പക്ഷേ അതേ സമയം തന്നെ ഇംഗ്ലീഷിനെ ഒരു എസെൻഷ്യൽ ലാംഗ്വേജ് ഓഫ് ലേണിംഗ്, ഭാഷ എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിനെ എന്ത് ചെയ്യണം? തുടർന്ന് നമ്മൾ പരിഗണിക്കണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിൻ്റെ മേലെയുള്ള ആശ്രയത്വം കുറയ്ക്കുക, പക്ഷേ എന്ത് പരിഗണിക്കുക? ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് തുടരുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാബു മൈൻഡ് സെറ്റ്, ഒരു മാസ്റ്റർ മൈൻഡ് സെറ്റ് ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഹയർ എഡ്യൂക്കേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഭാഷയിൽ കിട്ടിയ ആൾക്കാരും സാധാരണക്കാരല്ലേ ജനങ്ങളും തമ്മിൽ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഇവരടുത്തൊരു അല്ലെങ്കിൽ ഇവർക്ക് ജനങ്ങളോടൊരു ബാബു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ സ്ലേവ് മൈൻഡ് സെറ്റ് ഉണ്ടായി വരുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു അലിഗേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ വാസ് ദാറ്റ് ഒരു സ്പ്ലിറ്റ് കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ആർഗ്യുമെൻറ്റും അദ്ദേഹം വെച്ചു. അപ്പോൾ ഒരു ബാബു മൈൻഡ് വേണ്ട, അതുകൊണ്ടാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ മാത്രം ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണമെന്നുള്ള റെക്കമെൻഡേഷൻ ആര് വെച്ചത്? രാധാകൃഷ്ണൻ കമ്മീഷൻ വെച്ചത്. ആൻഡ് ഫൈനലി ഇംഗ്ലീഷ് മസ്റ്റ് കണ്ടിന്യൂ ടു ബി സ്റ്റഡീഡ്. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും തുടർന്നും അഭ്യസിപ്പിക്കണം. എന്തായിട്ടല്ല? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടല്ല, ആസ് എ ലാംഗ്വേജ്, ആസ് എ ഒരു ഭാഷയായിട്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ ഗ്ലോബൽ കണക്റ്റ് നഷ്ടപ്പെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഭാഷയായിട്ട് എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് സോൾവ് ചെയ്യാം? ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നോക്കൂ, അപ്പോൾ ഇതാണ് പ്രശ്നം. നിങ്ങൾ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള PDF-കളും കാര്യങ്ങളും നോക്കുമ്പം ഉള്ളൊരു മെയിൻ ഇഷ്യൂ ഈസ് ദാറ്റ് കൃത്യമായിട്ട് അവർ റിപ്പോർട്ടിനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആയിരിക്കണമെന്നില്ല. സോ ലേൺ ഫ്രം ദ കറക്റ്റ് സോഴ്സ്. സോ യു ക്യാൻ റിലൈ ഓൺ മീ, യു ക്യാൻ മേക്ക് മീ അക്കൗണ്ടബിൾ. Okay, which of the following were the recommendation of Radhakrishnan Commission regarding medium of instruction in higher education? Okay, the medium of higher education should be in regional languages. ശരിയല്ലേ? അതല്ലേ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദ ഫസ്റ്റ് എവർ ഇൻസ്ട്രക്ഷൻ ഓൺ ലാംഗ്വേജ് എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തിലേക്ക് മാറണം? റീജിയണൽ ലാംഗ്വേജസിലേക്ക് മാറണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഓപ്ഷൻസ് ആയിട്ടുള്ള ബിയും ഡിയും എന്ത് ചെയ്യാം?
എലിമിനേറ്റ് ചെയ്യാം, ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസ് ഇൻ ഫെഡറൽ ലാംഗ്വേജസ്. എന്താണ്? ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസ് ഇൻ ഫെഡറൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസ്. ഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രാദേശിക ഭാഷകളിലേക്ക് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യണം? പദാനുപത തർജ്ജമയിലേക്കല്ല, മറിച്ച് എന്ത് ചെയ്യണം? അസിമുലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷകളിലേക്ക് അതിനെ കൊണ്ടുവരണം. അതുപയോഗിച്ചിട്ട് വേണം ഇവർക്ക് എന്ത് നൽകാൻ? ഇൻസ്ട്രക്ഷൻസ് നൽകാൻ. ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസ് ഇൻ ഫെഡറൽ ലാംഗ്വേജ്. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പം എന്തല്ല, മിയർ കൺവേർഷൻ അല്ല, മിയർ ഒരു ട്രാൻസ്ലേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചും കൂടെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി യു എലിമിനേറ്റ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആൻസർ എ ആയി. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഫെഡറൽ ലാംഗ്വേജ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. യെസ്, ദിസ് വാസ് വൺ അമംഗ് ദ റെക്കമെൻഡേഷൻസ്. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ ഒന്നായിരുന്നു എന്ത്? ഫെഡറൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ഏത് ലിപിയിൽ വേണം അച്ചടിക്കാൻ? ദേവനാഗരി സ്ക്രിപ്റ്റിൽ വേണം അച്ചടിക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ദേവനാഗരി സ്ക്രിപ്റ്റ് വേണം ഉപയോഗിക്കാൻ എന്നുള്ളത്. അത് റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ ഓക്കെ, ഓപ്ഷൻ എ ഈ സ്റ്റിൽ പ്രിവെയിലിംഗ്, ഇറ്റ് പ്രിവെയിൽസ്. ഇനി വാട്ട് അബൌട്ട് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്? ഇൻ്റർനാഷണൽ ആൻഡ് സയൻറ്റിഫിക് ടെർമിനോളജിക്കൽ വേർഡ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ഒഴിവാക്കണമെന്നാണോ പറഞ്ഞത്? അല്ല, അതിനെ ഇന്ത്യൻ ഭാഷകളിലേക്ക് അസിമുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇന്ത്യൻ ഭാഷകളിലേക്ക് അസിമുലേറ്റ് ചെയ്യണം, സ്വാംശീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ഫോണറ്റിക്സും ഇന്ത്യൻ സ്ക്രിപ്റ്റുകളെയും ഹോണർ ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? അതിനെ അസിമുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഷുഡ് ബി അവോയ്ഡഡ് എന്നുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാടേ? ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. വാട്ട് അബൌട്ട് ദ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്? ഇംഗ്ലീഷ് ഷുഡ് ബി ബാനിഷ്ഡ് ഫ്രം ദ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ് ഇൻ ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി. അങ്ങനെയാണോ? അല്ല, മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണമെന്നും ഹയർ എഡ്യൂക്കേഷനിലും സ്കൂൾ എഡ്യൂക്കേഷനിലും ഇംഗ്ലീഷ് തുടരണമെന്നും പറഞ്ഞ കമ്മീഷനാണെന്ത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ക്ലാസ്സുകൾ നൽകുന്ന മീഡിയം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിനെ ഘട്ടം ഘട്ടമായിട്ട് റീപ്ലേസ് ചെയ്യണം. പക്ഷേ ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് തുടരണം. അപ്പോൾ it never asked to give up on English, so it never asked to banish English. So ഈ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്, അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ ആൻസർ വരുന്നത്? ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ട് വരുന്നത്. സോ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങൾക്കും ഫർദർ നല്ല ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് SSC ക്വസ്റ്റ്യൻസ് ആവാം, നല്ല മോഡൽ ക്വസ്റ്റ്യൻസ് ആവാം, മറ്റ് സ്റ്റേറ്റ് PSCs ഇടുന്ന ചോദ്യങ്ങളാവാം, UPSC ക്വസ്റ്റ്യൻസ് ആവാം. ഇത് വെച്ച് വാല്യൂ അഡീഷൻ തരുമ്പം ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇപ്പോൾ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിൽ 2 ആസ്പെക്റ്റേ ചോദിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ്? എയിം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം എയിംസ് ഓഫ് ഹയർ എഡ്യൂക്കേഷനും ചോദിച്ചു, വിമൻസ് എഡ്യൂക്കേഷനും ചോദിച്ചു. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ സിലബസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഫർദർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. സോ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി ആയല്ലോ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും ഭാഷകളുടെ ഉപയോഗമായിട്ട്, ഹയർ എഡ്യൂക്കേഷനിലെ ഭാഷകളുടെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് 4-5 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിനെ മാറ്റണം, ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം. ഇനി മൾട്ടി ലാംഗ്വേജ് ഫോർമുല ഉണ്ടോ? ഉണ്ട്. 3 ലാംഗ്വേജിലെങ്കിലും അറ്റ്ലീസ്റ്റ് കോൺവേഴ്സൻ്റ് ആയിരിക്കണം. ഇനി ഫെഡറൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യൂണിവേഴ്സിറ്റീസിന് ഫെഡറൽ ലാംഗ്വേജ് വേണമെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫെഡറൽ ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റ് ദേവനാഗരിയിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് ടെർമിനോളജീസുമായിട്ട് ബന്ധപ്പെട്ട എന്താ സജഷൻ? നിലവിൽ മിക്ക ശാസ്ത്ര സാങ്കേതിക പദങ്ങളും ഇംഗ്ലീഷിലാണ്. അതിനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രാദേശിക ഭാഷകളോ ഹിന്ദിയോ ആയതുകൊണ്ട് തന്നെ ആ ഭാഷകളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പദാനുപത തർജ്ജമയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്? ഒരു സ്വാംശീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയെ ചൊല്ലിയുള്ള കമ്മീഷൻ്റെ നിലപാട് വ്യക്തമല്ലേ? വ്യക്തമാണ്. എന്താണ്? ഇംഗ്ലീഷ് ഭാഷ ബാനിഷ് ചെയ്യണമെന്നോ അല്ല, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ അത് റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഗ്ലോബൽ കണക്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺഷ്യസ്നെസ് നിലനിർത്തുന്നതിന് വേണ്ടി, അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് ഭാഷാ പഠനം സ്കൂൾ തലത്തിലും ഹയർ എഡ്യൂക്കേഷൻ തലത്തിലും തുടരണം എന്നുള്ളതാണെന്ത്? കമ്മീഷൻ്റെ നിലപാട്. സോ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്.